ഒരു കമ്പനിയെ മൊത്തത്തിൽ വിലയിരുത്താനുള്ള എളുപ്പ മാർഗമാണ് ഡിവിഡൻഡ്. കാരണം കമ്പനി അതിന്റെ ഓഹരി ഉടമകളെ എങ്ങനെ പരിപാലിക്കുന്നു, പരിഗണിക്കുന്നു എന്നതൊക്കെ വേഗത്തിൽ മനസ്സിലാക്കാൻ ഓഹരിയുടെ ഡിവിഡൻഡ് ചരിത്രം പരിശോധിച്ചാൽ മതിയാകും. ഡിവിഡൻഡ് എന്നത് നിക്ഷേപകന് അധിക വരുമാനം നൽകുന്നത് പോലെ തന്നെ കമ്പനിയെ വിലയിരുത്താനും പ്രയോജനപ്പെടുത്താമെന്ന് സാരം. ഇതിനിടെ നിക്ഷേപകർക്കായി ഡിവിഡൻഡ് പ്രഖ്യാപിച്ച ഹീറോ മോട്ടോർ കോർപ്പ് ഓഹരിയുടെ വിശദാംശമാണ് ഇനി പറയുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കളായ ഹീറോ ഹോണ്ടയുടെ ഇന്നത്തെ രൂപമാണ് ഹീറോ മോട്ടോർ കോർപ്പ്. ലോകത്തെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കളിൽ ഒന്നാണിത്. താരതമ്യേന ഉയർന്ന ലാഭവിഹിതം മുടങ്ങാതെ നൽകുന്ന ഹീറോ മോട്ടോർ കോർപ്പ് ഓഹരിയുടെ നിലവിലെ ഡിവിഡൻഡ് ഈൽഡ് 2.04%. കഴിഞ്ഞ ദിവസം 4,905 രൂപയിലായിരുന്നു ഓഹരിയുടെ ക്ലോസിംഗ്. കഴിഞ്ഞ ഒരു മാസ കാലയളവിൽ 18% വർധനമാണ് ഓഹരി വിലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ 2023-24 മൂന്നാം പാദ കാലയളവിൽ 2023 ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഹീറോ മോട്ടോർ കോർപ്പ് കമ്പനി നേടിയ അറ്റാദായം 1073.40 കോടി രൂപയാണ്. വാർഷികാടിസ്ഥാനത്തിൽ 51% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതേ ത്രൈമാസ കാലയളവിൽ കമ്പനിയുടെ വരുമാനം 9,724 കോടി രൂപയാണ്. വാർഷികമായി 21% വളർച്ചയാണത്. നേരത്തെ ET Now നടത്തിയ സർവേയിൽ ഡിസംബർ പാദത്തിൽ ഹീറോ മോട്ടോർ കോർപ്പ് 9,690 കോടി രൂപ വരുമാനം നേടുമെന്നായിരുന്നു മാർക്കറ്റ് അനലിസ്റ്റുകൾ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുടക്കമില്ലാത്ത ഓഹരി ഉടമകൾക്ക് ഡിവിഡൻഡ് നൽകുന്ന ചുരുക്കം ചില ലിസ്റ്റഡ് കമ്പനികളിൽ ഒന്നാണ് ഹീറോ മോട്ടോർ കോർപ്പ്. ഇത്തവണയും കമ്പനി തന്റെ പതിവ് ശൈലി തെറ്റിച്ചിട്ടില്ല. ഡിസംബർ പാദഫലം പ്രഖ്യാപിച്ചതിനൊപ്പം ഓഹരി ഉടമകൾക്കായി ഇടക്കാല ഡിവിഡൻഡും സ്പെഷ്യൽ ഡിവിഡൻഡുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുപ്രകാരം ഓഹരി ഒന്നിന് 100 രൂപ വീതം ലാഭവിഹിത ഇനത്തിൽ ഹീറോ മോട്ടോർ കോർപ്പ് നിക്ഷേപകർക്ക് ലഭിക്കും. അർഹതയുള്ള ഓഹരി ഉടമകളെ കണ്ടെത്തുന്നതിനായി നിശ്ചയിച്ച എക്സ് ഡിവിഡൻഡ് തീയതി ഫെബ്രുവരി 21. തുടർന്ന് 2024 മാർച്ച് 9 ഡിവിഡൻഡ് തുക ഓഹരി ഉടമകളുടെ അക്കൗണ്ടിൽ എത്തുമെന്നും കമ്പനി നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.